പ്രാദേശിക തലത്തിൽ ഉയർന്നു വന്ന പോസ്റ്റർ പ്രതിഷേധം ഗൗരവമുള്ളതല്ലെന്നാണ് എലത്തൂരിലെ UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ പറയുന്നത്. എലത്തൂർ എപ്പോഴും ഒരു വിവാദ ഇടമാണ്. എലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം പോലും വലിയ വിവാദങ്ങൾക്കിടവെച്ചതാണ്. എന്തായാലും വിദ്യാ ബാലകൃഷ്ണൻ തനിക്കെതിരായ പ്രതിഷേധങ്ങളെല്ലാം തള്ളുകയാണ്. മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടും. ജില്ലയിൽ വനിതകൾക്ക് മികച്ച പരിഗണനയാണ് UDF ഇത്തവണ നൽകിയിരിക്കുന്നതെന്നും വിദ്യാ ബാലകൃഷ്ണൻ ന്യൂസ് ചെയ്തു. എലത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിദ്യാ ബാലകൃഷ്ണനാണ്. വലിയൊരു അവസരമാണ് പാർട്ടി നൽകുന്നത്. തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് ആയിരുന്നു. എന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങളൊക്കെ വലിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും എലത്തൂരിൽ മത്സരിക്കുമെന്നുള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അസംബ്ലി ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. 2 തവണ കോർപ്പറേഷനിൽ മത്സരിക്കാനും ജയിക്കാനും ഒക്കെ ഉള്ളൊരു നിയോഗം ഉണ്ടായിട്ടുണ്ട്. എലത്തൂർ ഇത്തവണ UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. 4 പഞ്ചായത്ത് ഇപ്പോൾ UDF ഭരിക്കുന്ന സാഹചര്യമുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് പല പഞ്ചായത്തുകളും തലക്കുളത്തൂരാണെങ്കിലും അതുപോലെ തന്നെ കുരുവട്ടൂരാണെങ്കിലും ഒക്കെ ജയിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഈ ഒരു ഇലക്ഷനിൽ UDFന് അനുകൂലമായിരിക്കും. അത് വോട്ടായി മാറും. തീർച്ചയായിട്ടും UDFന് ഒരു അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് മന്ത്രി അദ്ദേഹം തുടർച്ചയായി ജയിക്കുകയാണ്. അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞത് ഞാൻ ഓരോ തവണ ജയിക്കുമ്പോഴും ഭൂരിപക്ഷം ഇങ്ങനെ കയറി വരും. ഓരോ ഇലക്ഷന്റെ സമയത്തും പല സാഹചര്യങ്ങളാണ് അന്നത്തെ ഇലക്ഷൻ റിസൾട്ട് ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഏതെങ്കിലും സമയത്ത് ഇത്രയധികം സീറ്റ് UDF ജയിച്ചിട്ടുണ്ടായിരുന്നു. 4 കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചിട്ടില്ലേ. കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾക്ക് കപ്പിനും ചുണ്ടിനും ഇടയിലല്ലേ ഇത്തവണ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇത്തവണത്തെ ഇലക്ഷനുണ്ട്. അപ്പോൾ അത് മിനിസ്റ്റർ അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇത്തവണത്തെ എലത്തൂർ UDFനൊപ്പം നിൽക്കും. വനിതാ പ്രാതിനിധ്യം എന്തായാലും ഒരു വനിതയ്ക്ക് കോൺഗ്രസിൽ കിട്ടിയിട്ടുണ്ട്. അത് തൃപ്തികരമാണോ? കോഴിക്കോട് ജില്ലയിൽ ഇപ്പം 5 സീറ്റിലാണ് കോൺഗ്രസ് മത്സരരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പം ബാക്കി ഇപ്പം 13 എടുക്കും. ഘടകകക്ഷികളുടെ ഭാഗത്ത് നിങ്ങൾ നോക്കുന്ന സമയത്തും ഫാത്തിമ തെഹലിയ മത്സരിക്കുന്നു, രമ മത്സരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് വനിതകൾക്ക് ഏറ്റവും നല്ല പ്രാധാന്യമാണ് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 5 സീറ്റ് മത്സരിക്കുന്നതിൽ ഒരു സീറ്റ് വനിതയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യമാണ്, നല്ല റെപ്രസെന്റേഷനാണ്. ഇനി വരും കാലങ്ങളിൽ അതിന്റെ നമ്പർ ഇനിയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിർത്തിയെടുത്തു എന്നാണ് നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നത്? പഞ്ചായത്തിന് നിർത്തിയിടന്ന് ഇപ്പോഴവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ തുടർച്ച ഏപ്രിൽ മാസം 9-ാം തീയതി വരെ ഉണ്ടാകും. അതിനുശേഷം റിസൾട്ട് എണ്ണുന്ന സമയത്ത് UDF ജയിക്കും. 1-2 പോസ്റ്ററൊക്കെ ഇന്ന് രാവിലെ അവിടെ പ്രത്യക്ഷപ്പെടുന്നുള്ള വിവരങ്ങളൊക്കെ അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. അത് ഒരു വലിയ വിഷയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആരാണ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് അതൊരു എന്താ പറയുക, സ്വാഭാവികമാണ്. ഇലക്ഷൻ സമയത്ത് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഒന്നും എലത്തൂർ മണ്ഡലത്തിൽ. ഞാനിപ്പം എലത്തൂർ ഒരു കൺവെൻഷനാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇഫ്താറും എലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലീഡർഷിപ്പിൽ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ചേളന്നൂർ ബ്ലോക്കിന്റെ മീറ്റിംഗ് രാവിലെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ സജീവമായിട്ട് UDF സംവിധാനം ഇലക്ഷൻ വരെയുള്ള ഏപ്രിൽ 9-ാം തീയതി വരെ നടത്തേണ്ട എല്ലാ പ്രോഗ്രാമിന്റെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വിജയം മാർജിൻ ഒന്നും പ്രെഡിക്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോഴേ? അല്ല, മാർജിനിലല്ലോ, വിജയമാണല്ലോ പ്രധാനം. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലമാണെങ്കിലും അത് പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു ഉത്തമ വിശ്വാസമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പുകളിലെയും ഓരോ ഘടകങ്ങളാണ് ആ വോട്ട് നഷ്ടപ്പെടുത്താനും അല്ലെങ്കിൽ പരാജയത്തിനും കാരണമായത്. പക്ഷേ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ CPMന്റെ കോട്ടകളായ പഞ്ചായത്തുകളിൽ പോലും എലത്തൂരിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂരിൽ ഇത്തവണ ജനവിധി തേടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.